അതായത് ഇതിൻ്റെ അകത്ത് നമുക്ക് കൈമാറ്റ കരാർ എക്സ്ട്രഡീഷൻ ട്രീറ്റി ഓസ്ട്രേലിയയായിട്ട് ഉണ്ടോ എന്നുള്ളതാണല്ലോ. നമുക്ക് പല സ്ഥലത്തു നിന്നും ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ നമുക്ക് പ്രതികളെയൊക്കെ വിട്ട് കിട്ടാനുള്ള വകുപ്പുകളൊക്കെ ഉണ്ട്. അതാണ് ഈ എക്സ്ട്രാഡിഷൻ ട്രീറ്റി ഉണ്ടോ എന്ന് നോക്കുന്നത്. കൈമാറ്റ കരാർ അവിടെ നിന്ന് ഒരു പ്രതിയെ ഇങ്ങോട്ട് തിരിച്ചു കിട്ടുക എന്നുള്ളതാണ്. ആ പ്രതിയെ തിരിച്ചു കിട്ടാനായിട്ട് കേന്ദ്ര ആഭ്യന്തര വകുപ്പൊക്കെ അവിടുത്തെ ആഭ്യന്തര വകുപ്പിനുമൊക്കെ അപേക്ഷ കൊടുത്തിട്ട് അത് 2 കൊല്ലം 3 കൊല്ലമൊക്കെ എടുക്കും കൈമാറ്റം. കാരണം അവിടുത്തെ പ്രതി ഇന്ത്യയിലെ ജയിലുകളിൽ എന്നെ പീഡിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ കോടതിയെ സമീപിക്കും. താവൂർ റാണയൊക്കെ അങ്ങനെയാണല്ലോ ഇത് ഡിലേ ചെയ്യിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നമുക്ക് തിരിച്ചു കിട്ടണം എന്നുണ്ടെങ്കിൽ അതല്ലല്ലോ ആദ്യത്തെ പ്രക്രിയ. ആദ്യത്തെ പ്രക്രിയ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ കീഴ്ക്കോടതി നേരത്തെ ഈ പ്രതിയെ ശിക്ഷിച്ചതാണ്. ഹൈക്കോടതിയിലെ അപ്പീലിലാണല്ലോ ഈ വെട്ടിത്തയ്ച്ച അണ്ടർവെയർ വന്നത്. അപ്പോ ഹൈക്കോടതി അയാൾ കുറ്റവാളി അല്ല എന്ന് വിധിച്ചിരിക്കുകയാണ്. ആ മയക്കുമരുന്ന് കേസ് പ്രതി തെറ്റായ വിധിയാ. ഹൈക്കോടതി ആദ്യം തിരുത്തണമല്ലോ അത് വേണം. ഹൈക്കോടതി ഇവൻ കുറ്റവാളി അല്ല എന്ന് പ്രഖ്യാപിച്ചപ്പോ ഓസ്ട്രേലിയയിൽ ഇരിക്കുന്ന ആൻഡ്രൂ ഇപ്പോ നിരപരാധിയാണല്ലോ കേസില്. നിരപരാധിയായ ഒരാളെ കൈമാറ്റ കരാർ അനുസരിച്ച് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണമെന്ന് കേന്ദ്രത്തിന് പറയാൻ പറ്റില്ല. ആദ്യം ഹൈക്കോടതി തിരുത്തണം. ഹൈക്കോടതിയുടെ വിധി പിൻവലിക്കാനുള്ള നടപടി തുടങ്ങണം. അത് ഇവിടെ നിന്ന് തുടങ്ങണം. അതെ അതെ തീർച്ചയായിട്ടും. ഇപ്പൊ ഈ 2 പേര് ആന്റണി രാജു ആയാലും മറ്റേ ബെഞ്ച് ക്ലർക്ക് ആയാലും അവര് ചെയ്തു എന്ന കുറ്റം തെളിയിക്കപ്പെട്ടു, സംശയാതീതമായി തെളിയിക്കപ്പെട്ട് പണിഷ്മെന്റ് കൊടുത്തു. പക്ഷെ ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടിയാണ് അവർ ഈ കുറ്റം ചെയ്തത്? ആരെ രക്ഷിക്കാനാണ്? ഒരു കൊടിയ കുറ്റവാളിയെ, ഒരു അന്താരാഷ്ട്ര ഡ്രഗ് മാഫിയയുടെ ഭാഗമായ ഒരു ഓസ്ട്രേലിയൻ പൗരനെ രക്ഷിക്കാൻ വേണ്ടിയാണ് അവർ ഈ രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യം വേണ്ടത് ഇവരെ ശിക്ഷിക്കുന്നതിന് പോലും ന്യായം കിട്ടേണ്ടത്. എനിക്ക് തോന്നുന്നത്, ഞാൻ ഇതിൻ്റെ അകത്ത് വലിയ നിയമവിദഗ്ധനൊന്നും അല്ലെങ്കിലും ഹൈക്കോടതി തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടല്ലോ ഈ ആന്റണി രാജു. ആ കേസ് അതൊരു പുതിയ കേസായിട്ട് വേണമെങ്കിൽ സുവോ മോട്ടോ ഹൈക്കോടതിക്ക് എടുത്തുകൂടെ? കാരണം ഹൈക്കോടതി ഇയാൾ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറഞ്ഞൊരു കേസ് ഹൈക്കോടതി എടുത്തിട്ട് അതിലും ആന്റണി രാജുവിനെ ശിക്ഷിച്ചുകൂടെ? എന്നിട്ട് അങ്ങനെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ഇയാൾ കുറ്റവാളിയാണ്, അന്ന് പോയതാണ്, ഇയാൾ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിക്ക് സ്വയം സുവോ മോട്ടോ ഇത് റിവ്യൂ ചെയ്യാനുള്ള സ്കോപ്പ് ഇല്ലേ? അതല്ലേ നീതി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.